അതായത് ഹോർമുസ് കടലിടുക്ക് വഴി ഊർജ്ജ ഉൽപ്പന്നങ്ങളുടെ നീക്കം ഉടൻ പുനരാരംഭിക്കുമെന്നാണ് US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റിന്റെ പ്രതികരണം. ഒരു വലിയ എണ്ണ ടാങ്കർ ഈ നിർണായക ജലപാതയിലൂടെ പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയി എന്നും അദ്ദേഹം അവകാശപ്പെടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്നലെയാണ് ഇക്കാര്യം അദ്ദേഹം പറഞ്ഞത്. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ശേഷി US അതിവേഗം ഇല്ലാതാക്കുമെന്നും ക്രിസ് റൈറ്റ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതേസമയം കടലിടുക്ക് വഴിയുള്ള ഗതാഗതം തടയാൻ ബലം പ്രയോഗിക്കുമെന്നും ഒപ്പം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അതിനെന്തു മാർഗം സ്വീകരിക്കുമെന്നും ഞങ്ങളുടെ സേനാ വിഭാഗങ്ങൾ കപ്പലുകൾ കത്തിക്കുമെന്നുമാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. IRGCയിലെയും നാവികസേനയിലെയും മിടുക്കരായ സൈനികർ ആ കപ്പലുകൾ കത്തിക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. കമാൻഡർ ഇൻ ചീഫിന്റെ ഉന്നത ഉപദേഷ്ടാവായ ബ്രിഗേഡിയർ ജനറൽ സർദാർ ഇബ്രാഹിം ബഖാരിയെ ഉദ്ധരിച്ചാണ് ഇറാനിയൻ സർക്കാർ ഇത്തരത്തിൽ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രധാന കടലിടുക്ക് വഴി ഗൾഫിൽ നിന്നുള്ള എണ്ണ, പ്രകൃതിവാതകം, വളങ്ങൾ എന്നിവയുടെ എല്ലാം നീക്കം പുനരാരംഭിക്കാനുള്ള ശ്രമം അമേരിക്ക ആരംഭിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വീണ്ടും ഇറാനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. നമുക്കറിയാം, ഇറാന്റെ നിയന്ത്രണത്തിലാണ് ഹോർമുസ് കടലിടുക്ക്. അവിടെ അമേരിക്ക അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രശ്നങ്ങളിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇറാന്റെ നിലപാട് എന്ന കാര്യത്തിൽ സംശയമില്ല. പല കപ്പലുകളുമായി ബന്ധപ്പെട്ട ആക്രമണം നടക്കുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ലോകത്തെ എണ്ണ വിപണി വല്ലാതെ അനിശ്ചിതമായ പശ്ചാത്തലമൊക്കെയുണ്ട്. ലോകത്തിന്റെ 5-1 അസംസ്കൃത വസ്തുക്കളും എണ്ണയും ദ്രവീകൃത പ്രകൃതിവാതകവും നീങ്ങുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെ നമുക്കറിയാം. അത് അടച്ചതോടെ ആഗോള ഊർജ്ജ വിതരണത്തിൽ വലിയ തടസ്സമാണ് സംഭവിച്ചിരിക്കുന്നത്. അജയ് തുടരുന്നുണ്ട്. അജയ്, ഇത് ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരിടുന്നതിനിടയിൽ ലോകക്രമത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ലോകത്തെ വ്യാപാര മേഖലയിൽ, നമ്മുടെ അടുക്കളയിൽ പോലും പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. ഗ്യാസിൻ്റെ മറ്റും വില കൂടുന്ന പശ്ചാത്തലം, ഇതൊക്കെ ഹോർമുസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചേർത്ത് വെച്ച് പറയണം. ഇതിപ്പോൾ ഒട്ടും ആ പ്രശ്നവും ഇല്ലാതാകുന്നില്ല എന്നാണോ? ഇപ്പോൾ ട്രംപ് ഇക്കാര്യത്തിലൊരു നിഷേധാത്മക സമീപനമാണ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വഴി ഈയൊരു വിലവർദ്ധനവെന്ന് പറയുന്നത് അത് ലോക സമാധാനത്തിന് വേണ്ടി നൽകുന്ന ആ ചെറിയ വില എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഇക്കാര്യത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നത്. പിന്നെ ഹോർമുസ് കടലിടുക്ക് വഴി ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നും അതുപോലെ തന്നെ അവിടെ കപ്പലുകൾക്ക് അകമ്പടിയായിട്ട് US നേവി അവരുടെ വാഹനങ്ങൾ നൽകും എന്നതടക്കമുള്ള പ്രസ്താവനകൾ നിരന്തരമായി US-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ആദ്യം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഒരു പ്രസ്താവന വന്നത്. പിന്നീട് ഈ വാഷിംഗ്ടൺ US ഇപ്പോൾ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റിന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു പ്രസ്താവന വരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും പുതിയ വാദവുമായി അമേരിക്ക രംഗത്തെത്തിയിട്ടുള്ളത്. എന്നാൽ നിലവിൽ ഈ മേഖലയിൽ അമേരിക്ക ഒരു സുരക്ഷ വർദ്ധിപ്പിച്ചതായിട്ടോ അല്ലെങ്കിൽ ഈ കപ്പലുകളെ സുരക്ഷിതമായി ഈ മേഖലയിലൂടെ കടത്തിവിടാൻ തക്കവണ്ണമുള്ള എന്തെങ്കിലും മാർഗങ്ങൾ ഇപ്പോൾ അവലംബിച്ചതായിട്ടോ ഒരു വിവരവും നമുക്ക് ലഭ്യമായിട്ടില്ല. ഇപ്പോൾ ഇറാനോട് ചൈന വരെ അഭ്യർത്ഥിച്ചിരുന്നു ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കണം, അത് ഈ വ്യാപാരം അത് പഴയ ഗതിയിലാക്കണം എന്ന് ഇറാനോട് ചൈന വരെ അഭ്യർത്ഥിച്ചിരുന്നു. ചൈന ഇറാനോടൊപ്പം പൂർണ്ണമായി നിലകൊള്ളുന്ന രാജ്യമാണ്. അവരുടെ ഇപ്പോൾ ഈ അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചതിനെ അപലപിക്കുകയും ഈ ഇറാന്റെ തിരിച്ചടിയെ ന്യായീകരിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ചൈന. എന്നിട്ട് പോലും അവരുടെ ഒരു ഒപ്പം നിൽക്കുന്ന രാജ്യമായിട്ട് പോലും ചൈന പറഞ്ഞിട്ട് പോലും ഇറാൻ ആ ഒരു പാത തുറന്നു നൽകാൻ നിലവിൽ അവർ സമ്മതിച്ചിട്ടില്ല. ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ കടുത്ത രീതിയിലുള്ള ആക്രമണം തന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. US സൈനികർ US കപ്പൽ ഇതുവഴി കടന്നുപോയി മറ്റ് കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുകയാണെങ്കിൽ തങ്ങൾ മൈനുകൾ ഉപയോഗിച്ച് അത് തകർക്കും എന്നുള്ളൊരു ഭീഷണി കൂടി ഇപ്പോൾ ഇറാൻ നൽകുന്നുണ്ട്. അതായത് മുൻപ് ഇറാഖ് യുദ്ധസമയത്ത് കുവൈറ്റ് കപ്പലിന് അകമ്പടിയായിട്ട് പോയിട്ടുള്ള US-ന്റെ ബ്രിസ്റ്റൺ കോൺവോയ്, അതിനെപ്പറ്റി US ഓർക്കണം, എന്നിട്ട് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്ത് ചാടാൻ എന്നൊരു പരിഹാസ രൂപേണയുള്ളൊരു കമൻറ്റും IRGCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ ഹോർമുസ് വഴി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അല്ലെങ്കിൽ വ്യാപാരം പുനരാരംഭിക്കാൻ ഒരു ശക്തികളും ഇപ്പോൾ ഇസ്രായേലാണെങ്കിലും അമേരിക്കയാണെങ്കിലും അതുപോലെ മറ്റാരും ആണെങ്കിലും ഈ വിഷയത്തിൽ ഇടപെട്ട ആർക്കും ഇതിൽ ഫലപ്രദമായിട്ടുള്ള ഒരു നടപടി ഇതുവരെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ ഒരു ഖേദകരമായിട്ടുള്ള കാര്യം. തീർച്ചയായും അതാണ് ഹോർമുസിലെ പ്രതിസന്ധി. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടെ